ഇനി നമ്മൾ നോക്കണത് ഇനി എങ്ങനെയാണ് ഇനി ഈ ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ഒരുപാട് കോപ്പി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലത്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നോക്കണതാണ് സെലക്ഷൻ പ്രോസസ്സ്. അപ്പൊ അതിന് മുന്നേ ആദ്യം എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫറിങ് ഓഫ് ദ റീകോമിനന്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെല്ലിനെയാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സ് ശരിക്കും ഇൻഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഇതൊരു 1000 എണ്ണത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സെല്ലൊക്കെ ആയിരിക്കും കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച റീകോമിനന്റ് DNA, അതായത് കറക്റ്റ് ആയിട്ട് ഫോം ചെയ്ത DNA കടന്നിട്ടുണ്ടാവുള്ളൂ. ചില സെൽസിൽ വെറുതെ ഏതെങ്കിലും ഒരു പ്ലാസ്മിഡ് വട്ടത്തിലായതാവാം, ചിലതിൽ നോൺ പ്ലാസ്മിഡ് കയറിയിട്ടുണ്ടാവും, ചിലതിൽ മാത്രമാണ് നമ്മളുടെ ആ DNA ഉള്ള പ്ലാസ്മിഡ് കയറിയിട്ടുണ്ടാവുക. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ നമ്മൾ, അതാണ് PCR പിന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ഇതിൽ. PCR ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരില്ല. ഇങ്ങനത്തെ ഈ ലൈവായിട്ടുള്ള ബാക്ടീരിയ വെച്ചിട്ട് കോപ്പി ഉണ്ടാക്കുമ്പോൾ അവിടെ തെറ്റുകൾ പറ്റാനും ശരിക്കാവാതിരിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും ചെയ്തു വന്ന എല്ലാ പ്രോസസ്സും അവസാനം എന്താ പറയുക ഒന്നും അല്ലാതെ ആവാനുള്ളൊരു ചാൻസ് ഇങ്ങനത്തെ റീകോമിനന്റ് DNA ടെക്നോളജി യൂസിങ് ഹോസ്റ്റ് സെൽസ് വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത, അതായത് കറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് നടക്കാതെ വരും. പക്ഷേ PCR വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ല. അപ്പൊ ഈ ശരിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നോ ഇല്ലയോ, അങ്ങനെയുള്ള ശരിക്കുള്ള ട്രാൻസ്ഫോർമൻസിനെ സെലക്ട് ചെയ്യണ പ്രോസസ്സാണ് അടുത്തത് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ബാക്ടീരിയയിൽ കടന്നിട്ടുണ്ടോ, മൾട്ടിപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ളതിനെ സെപ്പറേറ്റ് ചെയ്യണ പ്രോസസ്സാണ് നോക്കണത്. So in recombinant DNA technology, after introduction of recombinant DNA molecules into host cells, അതിലെ it is very important. എന്താണ് ഇതിൽ ഇമ്പോർട്ടന്റ്? To select the host cell. ഏത് ഹോസ്റ്റ് സെല്ലിനെ സെലക്ട് ചെയ്യണം? Which take ups the DNA construct. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള recombinant DNA എടുത്തിട്ടുള്ള ബാക്ടീരിയ സെൽസിനെ സെലക്ട് ചെയ്യണത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളതിനെ ഡിസ്കാർഡ് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യണേന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്മിഡ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ബാക്ടീരിയയിലുള്ളൊരു എക്സ്ട്രാ ക്രോമസോമൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ കുറെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞു, ലൈക്ക് ടെട്രാസൈക്ലിൻ ജീൻ, അതുപോലെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനൊക്കെ അതിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ജീനിന്റെ ഇടയിൽ വന്നിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കഷ്ണം പോയി അല്ലെങ്കിൽ DNA സ്ട്രാൻഡ് പോയി വെക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതിന്റെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇനി പറയണത്. ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അതായത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇനാക്ടിവേറ്റ് ആവുക, അതായത് നമ്മളുടെ ഡിസയേർഡ് ജീൻ പീസ് ഓഫ്, അതായത് DNA പീസ് നമ്മൾ ഈ പ്ലാസ്മിഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ വക എന്താ പറയുക ആന്റിബയോട്ടിക്സ് ഇനാക്റ്റീവ് ആവണ പ്രോസസ്സാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ റീകോമ്പിനന്റ് DNA ടെക്നോളജി. ഇതിൽ എന്താണ് ഈ പ്രൊസീജിയറിൽ എന്താ നടക്കുന്നത്? എ ബാക്ടീരിയ ക്യാരിയിങ് റീകോമ്പിനന്റ് പ്ലാസ്മിഡ് ഓർ എ ഫ്രാഗ്മെന്റ് ഓഫ് ഫോറിൻ DNA is made to insert into a restriction site inside a gene. അപ്പൊ ആ ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിൽ വന്നിട്ടായിരിക്കും ഇത് ഇൻസേർട്ട് ചെയ്യുക. അപ്പൊ ആ ജീനിന് എന്ത് സംഭവിക്കും? കോസിങ് ദ ജീൻ ടു ടേൺ നോൺ ഫങ്ഷണൽ ആയിട്ട് മാറും, അല്ലെങ്കിൽ ആ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഇനാക്ടിവേറ്റഡ് കണ്ടീഷനിലേക്ക് പോകും, അതിന്റെ വർക്കിംഗ് നടക്കില്ല. അതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻസേർഷൻ ഓഫ് എ DNA ഫ്രാഗ്മെന്റ് വിതിൻ ദ കോഡിംഗ് റീജിയൻ ഓഫ് എ ജീൻ ഓൺ എ വെക്ടർ റിസൾട്ട്സ് ഇൻ ദ ഇനാക്ടിവേഷൻ ഓഫ് ദാറ്റ് ജീൻ. അപ്പൊ അതിൽ നമ്മൾ പറയാൻ പോണ എക്സാമ്പിൾ PBR322ന്റെ കാര്യമാണ്. അതില് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന്റെ ജീൻ ഉണ്ട്, അതെന്ത് ചെയ്യും? ഇനാക്റ്റീവ് ആവണ കണ്ടീഷനാണ് നമ്മൾ പറയണത്. കണ്ടോ, ഇതാണ് PBR322. ഇതാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ഇവിടെ ഇതിലാണ് വരുന്നത്. ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ ഇവിടെ എങ്ങാണ്ടുമാണ് വരുന്നത്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന സീക്വൻസ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെട്രാസൈക്ലിന്റെ ആക്ടിവിറ്റി അവിടെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇവിടെയാണ് വന്നിരിക്കണമെങ്കിൽ അതിന്റെ ആംബിസിലിൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെടും. ആ കാര്യമാണ് ഇവിടെ നമ്മൾ പറയാൻ പോണത്. അപ്പൊ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ PBR322 എന്ന് പറഞ്ഞിട്ടുള്ള
നമ്മുടെ പ്ലാസ്മിഡ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഇത് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഓക്കെ, അത് പോയി. അപ്പൊ അതാ ഈ ടെട്രാസൈക്ലിന്റെ അവിടെ വന്നിട്ടാണ് ഇതാണ് നമ്മൾ ആഡ് ചെയ്ത ജീൻ ഇരിക്കുന്നത്, ഗ്രീൻ കളർ കണ്ടില്ലേ? അത് ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോർമലി ഉണ്ടായിരുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പൊ ഇനി അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കണത്. PBr 322 എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റണേ? ആ എക്സാമ്പിൾ ആണ് ഇവിടെയാണ് പറയുന്നത്. സോ PBr 322 വിച്ച് ഹാസ് ജീൻസ് റെസിസ്റ്റൻസ് ടു ആംബിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക്സ്. ഇപ്പൊ നമ്മൾ വി ഹാവ് ഇൻസേർട്ടഡ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മൾ ഉദ്ദേശിച്ച ജീൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എവിടെ? ഇൻ ദ ടെട്രാസൈക്ലിൻ ജീൻ കോഡിംഗ് റീജിയനിലേക്ക്, ആ ടെട്രാസൈക്ലിന്റെ ഏരിയയിലാണ് ഇൻസേർട്ട് ചെയ്തെങ്കിൽ ടെട്രാസൈക്ലിൻ ജീൻ ഈസ് നോ മോർ ഫങ്ഷണൽ, അത് പിന്നെ ഫങ്ഷണൽ ആവില്ല. അതിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ മനസ്സിലായില്ലേ? അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് എന്താ ചെയ്യാം? അപ്പൊ വേറൊരു ജീനും കൂടി ഉണ്ട്, ആംബിസിലിനും ഉണ്ട് ടെട്രാസൈക്ലിനും ഉണ്ട്. അപ്പൊ ഇവിടെ വന്നാണ് ഇൻസേർട്ട് ചെയ്തെങ്കിൽ ഇതിന്റെ ആക്ഷൻ നഷ്ടപ്പെട്ടു. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലിന്റെ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്കിന്റെ ഉള്ളിൽ ഈ ബാക്ടീരിയനെ വെച്ചാൽ എന്താണ്, ടെട്രാസൈക്ലിനോടുള്ള റെസിസ്റ്റൻസ് അവിടെ കാണിക്കില്ല. റെസിസ്റ്റൻസ് എന്ന് പ്രതിരോധിക്കാൻ പറ്റില്ല. ടെട്രാസൈക്ലിൻ വന്ന ഉടനെ തന്നെ എല്ലാം ചത്തുപോകും. പക്ഷെ ആംബിസിലിൻ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, കാരണം ഇവിടെ ജീൻസ് ഒന്നും വന്ന് ഇരുന്നിട്ടില്ല. ഇതിന്റെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻസിന് ഒന്നും സംഭവിച്ചിട്ടില്ല, നോർമലാണ്. അപ്പൊ ആംബിസിലിനുള്ള ആന്റിബയോട്ടിക് ഉള്ള ഒരു പാത്രത്തിലാണ് ഈ ബാക്ടീരിയനെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ സർവൈവ്. പക്ഷെ ടെട്രാസൈക്ലിൻ ഇനാക്ടിവേറ്റഡ് ആയതുകൊണ്ട് ടെട്രാസൈക്ലിനുള്ള ഒരു ഇതിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ആക്റ്റീവ് ആവില്ല. അപ്പൊ അതാണ് ഇവിടെ നോക്കാൻ പോണത്. അപ്പൊ ഇതാണ് ആ റീകോമ്പിനന്റ് DNA. ഇതായിരുന്നു നോർമൽ പ്ലാസ്മിഡ്. അതിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി. അപ്പൊ ഇവിടെ വന്നത് ഗ്രീൻ കളർ അറ്റാച്ച് ചെയ്തു, ടെട്രാസൈക്ലിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു, അതാണ് ക്രോസ് ആയിട്ട് കിടക്കണേ. ഇത് ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ല. ഇതിനെ നമ്മൾ എന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു ബാക്ടീരിയയുടെ ഉള്ളിലാക്കി. ആ ബാക്ടീരിയയുടെ കൾച്ചർ എടുത്തിട്ട് നമ്മൾ ഇനി നോക്കുകയാണ്. ആദ്യം നമ്മൾ ആംബിസിലിനുള്ള ഒരു മീഡിയത്തിൽ ഈ ബാക്ടീരിയനെ ഇട്ടു. ആംബിസിലിനുള്ള മീഡിയത്തിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, എല്ലാവരും സർവൈവ് ചെയ്തിട്ടുണ്ട്, എല്ലാ ബാക്ടീരിയകളും സർവൈവ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ആംബിസിലിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ ജീൻ ഉണ്ട്. അപ്പോൾ ഈ റീകോമ്പിനന്റ് DNA കടന്നിട്ടുള്ള ബാക്ടീരിയ ആണെങ്കിലും നോർമൽ ബാക്ടീരിയ ആണെങ്കിലും ഒന്നും നമ്മൾ ഉദ്ദേശിച്ച റീകോമ്പിനന്റ് DNA കടക്കാത്ത ബാക്ടീരിയ ആണെങ്കിലും ആംബിസിലിൻ അവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് എല്ലാവരും അവിടെ എന്ത് ചെയ്യും, എല്ലാവരും ഒരു കുഴപ്പമില്ലാതെ അതിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉള്ള ടെട്രാസൈക്ലിൻ ഉള്ള ഒരു പ്ലേറ്റിലേക്ക് ഇതേ ബാക്ടീരിയകളെ മാറ്റി കഴിയുമ്പോൾ ഇതിൽ റീകോമ്പിനൻസ് ഇവർ 3 പേരുമാണ് കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കിയ DNA, നമ്മൾ ഉണ്ടാക്കിയ ആ റീകോമ്പിനന്റ് ഹൈബ്രിഡ് DNA കടന്നിട്ടുള്ളത് ഈ 1, 2, 3 എണ്ണത്തിലാണ്. അത് ജസ്റ്റ് നമ്മൾ ഈ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ ഉള്ളിൽ ഈ 3 എണ്ണത്തിന്റെ ഉള്ളിൽ റീകോമ്പിനന്റ് DNA ആയതുകൊണ്ട് തന്നെ ടെട്രാസൈക്ലിൻ ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ അവര് ടെട്രാസൈക്ലിൻ വന്നാൽ ജീവിച്ചിരിക്കില്ല. ആംബിസിലിൻ ആർക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് ആംബിസിലിനിൽ വെച്ച ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും ലൈവ് ആയിരിക്കും. ഇനി ഇതേ ആൾക്കാരെ തന്നെ ടെട്രാസൈക്ലിനിലാക്കുമ്പോൾ റീകോമ്പിനൻസ് ഇവർ 3 പേരായതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് 3 എണ്ണവും അവിടെ എന്ത് ചെയ്യും, പിന്നെ വളരില്ല, അവരുടെ ഡെത്ത് സംഭവിക്കും. കാരണം അവർക്ക് ഒരിക്കലും ടെട്രാസൈക്ലിൻ ഉള്ള മീഡിയത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ജീൻ പോയിട്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീനിൽ അറ്റാച്ച് ചെയ്തത് കൊണ്ട് ഇതിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത് നോൺ ഫങ്ഷണലായി, അവർക്ക് അതിന് പ്രതിരോധിക്കാൻ പറ്റില്ല, അവരുടനെ തന്നെ ചത്തുപോകും. കണ്ടോ? അപ്പൊ ഇതില് റീകോമ്പിനൻസ് ഉള്ള ഭാഗത്ത് പിന്നെ കൾച്ചർ ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ലല്ലോ, ഈ റൗണ്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ബാക്കി എല്ലാവരും സർവൈവ് ചെയ്തു. അപ്പൊ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, റീകോമ്പിനൻസ്. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായി ഈ ഭാഗത്തുള്ളത്. അപ്പൊ അവരെ നമുക്ക് പിന്നെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കാം. ഇത് റെപ്ലിക്ക ആണ് കേട്ടോ, ഇത് ബാക്കി ഉണ്ടാവും, അവിടെ ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ ഉണ്ടാവും ഇതിന്റെ ബാക്ടീരിയ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഏത് ടെസ്റ്റ് ട്യൂബിലത്തെ ആൾക്കാരാണ് റീകോമ്പിനൻസ്, ഏത് ഇതിലത്തെ ആൾക്കാരാണ് ഒന്നും നടക്കാത്ത സാധാരണയായിട്ട് ഇരിക്കണേന്നൊക്കെ. അല്ലാതെ ഇതിലിപ്പോ ചത്തുപോയി എന്ന് വെച്ചാൽ ഉണ്ടാക്കിയത് മുഴുവൻ ചത്തുപോയി എന്നല്ല, അതിന്റെ ചെറിയൊരു സാമ്പിൾ എടുത്തിട്ട് ഇവര് പരീക്ഷിച്ച് നോക്കുകയാണ് ഇതിലേതാണ് വർക്കിംഗ്.
പിന്നെ ഇവർക്ക് മനസ്സിലാവും ഇപ്പൊ ഇവര് നമ്പർ ഇട്ടുണ്ട് 1, 2, 3 ആണെങ്കിൽ ഈ 1, 2, 3 ടെസ്റ്റ് ട്യൂബിൽ ഉള്ളതായിരിക്കും കറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ള റീകോമ്പിനൻസ് എന്ന് മനസ്സിലാവും. ഇവിടെയുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഏതിന്റെയാണ്? TBR322 പ്ലാസ്മിഡ്. TBR322ന്റെ നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ആംപിസിലിൻ റെസിസ്റ്റൻസിന്റെയും ആ ഒരു ജീൻസിന്റെ ഇത് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യണത്. ഇനി രണ്ടാമത്തെ വേറെ ഒരു പ്ലാസ്മിഡ് ആണ്. PBR322 ആണെങ്കിൽ നേരത്തെ പറഞ്ഞത്. ഇനി വേറെ ഒരു രീതിയിലുള്ള ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ ആണ് അടുത്തത് പറയാൻ പോണത്. ഇതിൽ നമുക്ക് നോക്കാം. ഇത് കറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് 5 സ്റ്റെപ്സ്. ഇതിന്റെ ഒരു സമ്മറിയാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്താന്ന് ഇവിടെ പറഞ്ഞു. പിന്നെ അടുത്തത് വേറെ പ്ലാസ്മിഡ്സിന്റെ വേറൊരു പ്ലാസ്മിഡിലുള്ളതാണ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ. ബ്ലൂ കളർ വൈറ്റ് കളർ നോക്കലാണ് ഇതിൽ നോക്കണത്. മറ്റേത് അങ്ങനെയല്ല, ടെട്രാസൈക്ലിനിൽ ജീവിച്ചിരിക്കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കണത്. സോ എന്താണ് ആദ്യം അപ്പൊ ഇവിടെ പഠിക്കാനുള്ളത്? ലാക്സെഡ് എന്ന് പറഞ്ഞ ഒരു ജീനാണ് ഇവിടെ മാർക്കറായിട്ട് യൂസ് ചെയ്യണത്. ഈ ലാക്സെഡ് ജീൻ എന്ന് പറയുന്നത് ഉണ്ടാക്കണ ഒരു എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ടാക്കുന്ന ജീനാണ് ലാക്സെഡ് ജീൻ. ഈ ബീറ്റ ഗാലക്ടോസിഡേസിന്റെ പണി എന്താന്ന് വെച്ചാൽ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട്, ലാക്ടോസ് എന്ന് പറയുന്നത് എന്താ? പാലിലുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്, മിൽക്ക് കാർബോഹൈഡ്രേറ്റ്. അതിന്റെ യൂണിറ്റ്സ് ആണ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. അപ്പൊ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന്റെ മോണോമേഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കണ പരിപാടിയാണ് ബീറ്റ ഗാലക്ടോസിഡേസ് ചെയ്യുന്നത്. ഈ ബീറ്റ ഗാലക്ടോസിഡേസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ലാക്സെഡ്. ലാക്സെഡ് ജീനാണ് ആ പ്ലാസ്മിഡിലുള്ള ഒരു മാർക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എൻസൈം പ്രസന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ലാക്സെഡ് വർക്കിംഗ് ആണ്. ലാക്സെഡിന്റെ മേലെയാണ് വന്ന് നമ്മുടെ ജീൻ വന്ന് കയറിയിരിക്കണമെങ്കിൽ അത് ഇനാക്റ്റീവ് ആയി പോവും, നോൺ ഫങ്ഷണൽ ആവും. ഒരിക്കലും ആ ജീനിൽ നിന്നും ഈ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ആ ബാക്ടീരിയകൾക്ക് ഒരിക്കലും ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നോക്കണത് നമ്മൾ കേട്ടോ. ഇനി ഇവിടെ നോക്കാം, മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഇനി നമ്മൾ ഉദ്ദേശിച്ച ജീന് ഈ ലാക്സെഡ് ജീനിലേക്കാണ് വന്ന് കയറിപ്പോയി. ഫോറിൻ DNA അല്ലെങ്കിൽ റീകോമ്പിനന്റ് DNA ലാക്സെഡിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലാക്സെഡ് വർക്കിംഗ് ആവില്ല, അത് ഇന്ററപ്റ്റ് ആയി പോവും. ഇന്ററപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ പ്രിവെന്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ഗാലക്സിഡോസിഡേസ്, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ലാക്സെഡ് അവിടെ ഇനാക്റ്റീവായി. ഇനി ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണ ടെസ്റ്റ്. അപ്പൊ ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ടെങ്കിൽ ലാക്ടോസ് കൺവേർട്ടഡ് ആവും, ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കും. ബീറ്റ ഗാലക്ടോസിഡേസ് വർക്ക് ചെയ്യണില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൽ പോയിട്ടാണ് നമ്മുടെ റീകോമ്പിനന്റ് DNA. അപ്പൊ അതിൽ ട്രാൻസ്ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് നടന്നു, അതുകൊണ്ടാണല്ലോ അത് വന്നതിൽ കയറി ഇനാക്റ്റീവ് ചെയ്യണത്. ബാക്കി ആക്റ്റീവ് ആയിട്ടുള്ളതിലെല്ലാം എന്താ? ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോൺ റീകോമ്പിനന്റ്, അതായത് റീകോമ്പിനന്റ് DNA കടക്കാത്ത പ്ലാസ്മിഡ് ആണെങ്കിൽ അവരിൽ അപ്പോഴും ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ റീകോമ്പിനന്റ് പ്ലാസ്മിഡ്സിൽ ഒരിക്കലും അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അവരിൽ അത് എന്താ പറയാ, ഇനാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഇതെങ്ങനെയാ നോക്കാന്ന് വെച്ചാൽ എക്സ്ഗാൽ എന്ന് പറഞ്ഞ സബ്സ്ട്രേറ്റ് വെച്ചിട്ടായിരിക്കും നോക്കുണ്ടാവുക. ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ട്, ആ എൻസൈം പ്രസന്റ് ആണെങ്കിൽ എക്സ്ഗാൽ എന്ന് പറഞ്ഞ സാധനം ബ്ലൂ കളറായിട്ട് മാറും. പക്ഷെ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അത് വൈറ്റ്, പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ ബ്ലൂ കളറാണോ വൈറ്റ് കളറാണോ വരുന്നത് അനുസരിച്ചിട്ടാണ് ഉണ്ടോ ഇല്ലയോ, ഇത് റീകോമ്പിനേഷൻ നടന്നതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയനെ ഫുൾ എടുത്തിട്ട് മറ്റേവിടത്ത് നമ്മൾ ടെട്രാസൈക്ലിനുള്ള പാത്രത്തിലിട്ട് വളർത്തി നോക്കി. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനത്തെ കൾച്ചർ ചെയ്തെടുത്ത ബാക്ടീരിയൽ സാമ്പിളിൽ നിന്ന് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു സാമ്പിൾ എടുത്തിട്ട് എക്സ്ഗാൽ ഉള്ള മീഡിയത്തിൽ വളർത്തി നോക്കി. അപ്പൊ വളർത്തു വരുമ്പോൾ ബ്ലൂ കളർ വരുന്ന സ്ഥലം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതെന്താ? നോൺ റീകോമ്പിനന്റ്, അതായത് നമ്മൾ ഉദ്ദേശിച്ച DNA കടക്കാത്ത ആൾക്കാരാണ്. അപ്പൊ കടക്കാത്തത് കൊണ്ട് തന്നെ അവര് പോയിട്ട് നമ്മുടെ എന്താ പറയാ ലാക്സെഡ് ജീനിൽ ഇരുന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലാക്സെഡ് ജീൻ വർക്കിംഗ് ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവര് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ വൈറ്റ് ഉള്ള ഭാഗത്തുള്ള ബാക്ടീരിയകളുടെ പ്രത്യേകത എന്താ? അവരിൽ ലാക്സെറ്റ് ജീൻ ഇനാക്ടിവേറ്റഡ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഉണ്ടാക്കിയ റീകോമ്പിനന്റ് DNA അവിടെ ഫങ്ഷണൽ ആണ്. അപ്പൊ അവരാണ് നമുക്ക് വേണ്ട ആൾക്കാർ. അതുകൊണ്ടാണ് ലാക്സെറ്റ് വർക്ക് ചെയ്യാത്തത്. ലാക്സെറ്റ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ബീറ്റാ ഗാലക്സിഡോസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓട്ടോമാറ്റിക്കലി ഈ ഒരു എക്സ്ഗാലിനൊന്നും സംഭവിക്കില്ല, വൈറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ നമുക്കതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച ടീംസിനെ ബാക്ടീരിയ കണ്ടോ, അതാണ് ഈ പിക്ചർ കണ്ടില്ലേ. ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ എക്സ്ഗാലിന്റെ ജീൻ, ബ്ലൂ കളർ. അതിനൊരു കുഴപ്പവും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കൂ, റെഡ് കളർ ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച DNA ഇതിന്റെ ഇടയിൽ കടന്നിട്ട് ബ്ലൂ കളറിനെ കട്ട് ചെയ്ത് പകുതിയാക്കി അപ്പുറത്തും ഇപ്പുറത്തും ആക്കി. വർക്കിംഗ് അല്ലേ, ഇവരെ അടുപ്പിച്ച് വന്നാലല്ലേ വർക്കിംഗ് ആവുള്ളൂ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച റീകോമ്പിനന്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ്. ഇങ്ങനെയുള്ള ബാക്ടീരിയൽ സെൽസ് നമ്മൾ എക്സ്ഗാലിൽ വെച്ച് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കളറായിട്ടിരിക്കും. വേറാസ് ഈ ലാക്സെറ്റ് ജീനിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ എന്തുണ്ടാവും? അതെല്ലാം ബ്ലൂ ആവും. കാരണം അവിടെ ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതന്നെയാണ് പിക്ചർ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് ലാക്സെറ്റ് ജീൻ. കണ്ടോ, ഇൻസേർഷൻ ലാക്സെറ്റ് ജീനിന്റെ ഉള്ളിൽ വന്നാൽ വൈറ്റ് കോളനി ആയിരിക്കും. ഇൻസേർഷൻ ലാക്സെറ്റ് ജീനിന്റെ പുറത്ത് വന്നാൽ എന്തായിരിക്കും? ബ്ലൂ കോളനി. അതുപോലെ ഇൻസേർഷൻ കടന്നിട്ടേ ഇല്ലെങ്കിലും ബ്ലൂ കോളനി. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടത് ഏതാണ്? ഈ ഗ്രൂപ്പിനെയാണ്. ഇതിൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്? ഇൻസേർട്ട് വിതിൻ ദ ലാക്സെറ്റ് ജീൻ. അപ്പൊ അവിടെയാണ് വൈറ്റ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച റീകോമ്പിനന്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ്സ്. അപ്പൊ ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ള സ്ക്രീനിങ് ടെക്നിക്സ് ആണ് കണ്ടിരിക്കുന്നത്. ഇതാണ് ഇതോടുകൂടി ആ റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ അപ്പൊ റീകോമ്പിനന്റ് DNAക്ക് ആദ്യം ടൂൾസുകൾ പറഞ്ഞു, എൻസൈംസ് പറഞ്ഞു, വെക്ടറുകൾ, പലതരത്തിലുള്ള വെക്ടർ, പ്ലാസ്മിഡ് പറഞ്ഞു, ഫേജ് വെക്ടർ പറഞ്ഞു, കോസ്മിഡ് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ക്രോമസോം പറഞ്ഞു. അതിനുശേഷം റീകോമ്പിനന്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്സുകൾ പറഞ്ഞു. അതായത് നമുക്കൊരു വെക്ടർ വേണം, അതുപോലെ ഡിസൈർഡ് DNA വേണം, അതുപോലെ തന്നെ എൻസൈംസ് വേണം, റെസ്ട്രിക്ഷൻ എന്റെ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യണോ രണ്ടിലും. നമ്മൾ ഉദ്ദേശിച്ച DNAനെ നമ്മൾ പ്ലാസ്മിഡോ ഏതാ വെക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണു, ലൈഗേസ് എൻസൈം വെച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അതിനെ എന്നിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്ന പ്രോസസ്സിലൂടെ ഒരു ഹോസ്റ്റ്, അതായത് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കടത്തുന്നു. ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് കോപ്പി അല്ലെങ്കിൽ ക്ലോൺസ് ഉണ്ടാക്കുന്നു. പിന്നെ അതിനുശേഷം ക്ലോൺസിൽ നമ്മൾ ഉദ്ദേശിച്ച റീകോമ്പിനന്റ് DNA കടന്നിട്ടുള്ള ക്ലോൺസ് ഏതാ, കടക്കാത്ത ക്ലോൺസ് ഏതാന്നുള്ള സ്ക്രീനിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ അല്ലെങ്കിൽ നമ്മുടെ ബീറ്റാ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്സെറ്റ് ജീൻ ഒക്കെ വെച്ചിട്ടാണ് സ്ക്രീനിങ്, മാർക്കർ ജീൻസിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. അതാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. അതിനെ ചുരുക്കി ഒന്ന് പഠിക്കുക. എല്ലാ സ്റ്റെപ്സും essay ആയിട്ട് എഴുതാൻ വരും ചിലപ്പോൾ. അപ്പൊ നമ്മൾ ആ പിക്ചറുകൾ വരച്ച് ഭംഗിയിൽ എഴുതുക. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താന്ന് നമ്മൾ തുടക്കത്തിൽ സിഗ്നിഫിക്കൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു. വാക്സിൻസ് ഉണ്ടാക്കാൻ, പുതിയ മെഡിസിൻസ് ഉണ്ടാക്കാൻ, DNA ഫിംഗർ പ്രിന്റിങ്, ജീൻ തെറാപ്പി. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ജീൻസിന് പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രശ്നമില്ലാത്ത ജീൻ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ജനറ്റിക് ഡിസോർഡേഴ്സിനെ പറ്റി പഠിക്കാൻ പറ്റും. ജീൻസിനെ പറ്റിയിട്ടുള്ള മാപ്പിംഗ് നടത്താൻ. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതാണ്. പിന്നെ അതുപോലെ ഇതുകൊണ്ടുള്ള കുറെ ഹസാർഡുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസും ഉണ്ട്. കാരണം ക്യാൻസർ ഒക്കെ പോലുള്ള ഡിസീസസിന് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് കൂടുതലാണ്. അനിമൽസിൽ നമ്മളിപ്പോൾ ജീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയാൽ അവർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പല ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യാത്ത കണ്ടീഷനൊക്കെ ഇവിടെ കണ്ടില്ല. അപ്പോൾ പുതിയ സ്ട്രെയിൻ ഓഫ് മൈക്രോബ്സ് ഉണ്ടായി ഈ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് അതിൻ്റെതായ രീതിയിലുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ വേണം. ഇത്രയുമാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.